നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ലൈഫിൽ മിക്കപ്പോഴും സക്സസ് ഉറപ്പാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സാർ, വാട്ട് വുഡ് ബി an ഐഡിയൽ മൈൻഡ് സെറ്റ് ഫോർ പേഴ്സണൽ ഡെവലപ്മെന്റ് ആസ് വെൽ ആസ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്? ഈ മൈൻഡ് സെറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 തരത്തിലുള്ള മൈൻഡ് സെറ്റുകളാണ് ഞാൻ പറയാറ്. ഒന്നെന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ്. ഏതിലും എന്തിലും പോസിറ്റീവായിട്ടുള്ള അവസ്ഥ കാണാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റ്. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളൊരു സജഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു നമ്മളിൽ മാറ്റം ഉണ്ടാവേണ്ടതിനെ കുറിച്ച് സംസാരിച്ചു എന്ന് വിചാരിക്കുക. അപ്പം എന്താണ്, നമ്മൾ അതിന് റെഡിയായിട്ട് അത് മാറ്റേണ്ടതാണെങ്കിൽ ഞാൻ മാറ്റാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ആക്സെപ്റ്റിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അയാളെ സംബന്ധിച്ചിടത്തോളം റിജിഡിറ്റി ആയിരിക്കില്ല മുമ്പിൽ നിൽക്കുക, ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. ഇനി മറ്റൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവണം, നേട്ടം ഉണ്ടാവണം, ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യുന്നു, വിജയത്തിലേക്ക് പോകുവാനുള്ള വഴികൾ അയാൾ കണ്ടെത്തുന്നു, സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഒക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഈ സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ നമ്മൾ ശരിക്കും ഈ പറഞ്ഞ 3 മൈൻഡ് സെറ്റുകളുടെയും ആകത്തുക എന്ന് പറയുന്നത് ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ പോസിറ്റിവിറ്റിയോട് കൂടി ഒരാൾ മുമ്പോട്ട് പോകുമ്പോൾ അയാളുടെ ലൈഫിൽ അയാൾക്ക് പ്രതികൂല സാഹചര്യങ്ങൾ കാര്യമായിട്ടുണ്ടാവില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എക്കോളജിക്കലി റൈറ്റ് ആയിരിക്കും അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഈ എക്കോളജിക്കലി റൈറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അയാൾക്ക് നല്ലതായിരിക്കണം, മറ്റൊരാൾക്ക് നല്ലതായിരിക്കണം, ഈ പ്രപഞ്ചത്തിനും നല്ലതായിരിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പം അയാൾ ഒരു തർക്കത്തിൻ്റെ ആളാവില്ല, മറിച്ച് ഡിസ്കഷൻസിൻ്റെ ആളായിരിക്കും. അപ്പം ഈ ഡിസ്കഷൻസ് നടത്തുന്നതിൻ്റെ ഗുണം എന്താണ്? എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ഡിസ്കഷൻസ് നടത്തുക. അപ്പോൾ ഞാനാണ് മിടുക്കനെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല, ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന മൈൻഡ് സെറ്റ് അല്ല അത്. ആ മൈൻഡ് സെറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് മുമ്പോട്ട് പോകേണ്ടത്, നമ്മളൊരു ടീമായിട്ടാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളൊരു വ്യക്തമായ ധാരണയാണ്. അത് ടീം വർക്കിന്റെ മൈൻഡ് സെറ്റ് കൂടിയാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റുള്ള ഒരാൾ ടീമായിട്ട് മുമ്പോട്ട് പോകും. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ ടീമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നേടിയെടുത്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ വിജയം എപ്പോഴും ഉണ്ടാവും. അവിടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് പവറിൽ ഒരു കോൺസെപ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ ശരിക്കും പോസിറ്റീവ് മൈൻഡ് സെറ്റിൻ്റെ ആളാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരിലൊക്കെ വന്നു ചേരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നാച്ചുറലി നമ്മളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരും നമ്മളുമായിട്ട് സഹവസിക്കുന്ന ആൾക്കാരും ഒക്കെ പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്.